സുഹൃത്തുക്കളെ, ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ സ്കിറ്റ് രൂപേണ അവതരിപ്പിക്കുന്ന വിഷയം പ്രത്യാശയുടെ തീർത്ഥാടനം ഇവ ആരംഭിക്കട്ടെ. ഹലോ 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 മേഡം, എന്താ, എന്ത് പറ്റി? ഒന്നും പറയണ്ട. ഇന്ന് പുലർച്ചെ മോനൊരു ആക്സിഡന്റ് സംഭവിച്ചു. അർജന്റായിട്ട് ഒരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ AB നെഗറ്റീവ്. അത് ഞാൻ എത്ര അന്വേഷിച്ചിട്ടും എനിക്കത് കിട്ടുന്നുമില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുമോ എന്റെ ഈശോയെ. അല്ല മേഡം, എൻ്റെ രക്തഗ്രൂപ്പ് ഏതോ ഒരു നെഗറ്റീവാണ്. അന്ന് എൻ്റെ മോനെ ഹൃദയത്തിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് രക്തം എവിടെ നിന്നും കിട്ടാതെ എൻ്റെ രക്തമാണ് എടുത്തത്. അത് മതിയോ മേഡം? അതെയോ? എങ്കിൽ വേഗം വരും, നമുക്ക് ഡോക്ടറെ കണ്ട് സംസാരിച്ച് നോക്കാം. വരും. പ്രത്യാശയോടെ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നു. എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണം. എന്റെ മോനെ നീ സംരക്ഷിക്കണം. അവനെ നീ കൈവിടരുത് ഈശോയെ. ഡോക്ടർ, എന്റെ മോൻ അവനിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? ദൈവാനുഗ്രഹം, രക്ഷപ്പെട്ടു. തക്ക സമയത്ത് രക്തം ലഭിച്ചുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചു. നന്ദി ഈശോയെ, നന്ദി. നീ എന്റെ പ്രാർത്ഥന കേട്ടു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. അല്ല, ആ പെൺമകനും ആരാ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? അതൊരു വലിയ കഥയാ ഡോക്ടറെ, ഞാൻ പറയാം അതെല്ലാം. 5-6 വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഒരു സംഭവമാണ്. അന്ന് ഞാൻ ബാങ്കിൽ പോയി ബാങ്ക് ലോക്കറിൽ നിന്ന് സ്വർണ്ണമടങ്ങുന്ന ബാഗുമായി തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ എനിക്ക് വിശന്നിട്ട് വയ്യ. കുറച്ച് കാശുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പാവല്ലേ അമ്മ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് എന്താ കൊടുക്കുക? വിശന്നിട്ട് വയ്യ. കുറച്ച് ദിവസമായി ഒന്നും ഭക്ഷണം കഴിച്ചിട്ട്. എൻ്റെ അമ്മ എന്താ പ്രശ്നം? എങ്കിൽ കാശെടുക്കടാ. പിന്നെ എന്തിനു മോഷ്ടിച്ചു? എന്താ എന്താ അവിടെ നിന്റെ കഥയിൽ നിന്ന് മോഷ്ടിച്ചു. ഈ മോഷ്ടിക്ക എന്നാ ഒന്നും അപ്പഴേ കണ്ടാൽ വന്നു. ചുവട്ട് ചുവട്ട് രണ്ടൊക്കെ അവിടെ എന്തുണ്ടോ ഇത് ഞാനൊരു പാവമാണ്. ഹലോ, കൊണ്ടോ നീക്കാ വേഗമാണോ? ഒരു കളർ പിടിച്ചിട്ടുണ്ട്. പൊട്ടിക്കണം. കള്ളനോ കള്ളനെ ഇതെന്തുകൊണ്ടാണ് ഇതില് മുളക് പൊടി മല്ലി പൊടി ഇതിന്റെ അവരെ പിടിക്കണം. നമുക്കൊരു സെൽഫി എടുക്കാം. അതെ, വിട്ടേക്കണം. ഇതിനെങ്ങാനും പരിപാടി ചത്തിരുന്നെങ്കിൽ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും വലിയ വാർത്തയാകും. പിന്നെ അതിന്റെ പിന്നാലെ 100 ആളുണ്ടാവും. മോനെ, അമ്മയ്ക്ക് വിശന്നിട്ട് വയ്യടാ. നീ വല്ലതും കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ടോ അമ്മയ്ക്ക്? അല്ല, മോന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? എന്ത് പറ്റി? ഒന്നുമില്ലേ, അതിനാ കുറെ ദൂരം പോയിട്ട് അമ്മയ്ക്ക് കൊണ്ടുവന്നത് എന്റെ കുട്ടിക്ക് മോൻ കഴിച്ചോ? വയറ് നിർത്തി വെച്ചോമ്മേ. ഇവിടെ കൊണ്ടൊക്കെ നല്ലതിന് 1500 രൂപ കണ്ട മരുന്ന് മേടിച്ചു. ഇല്ലാത്ത കേടും കൊണ്ട് വരും. അല്ല, ഇനി അമ്മയ്ക്ക് കൊടുക്കാനാണോ മോഷ്ടിച്ചത്? അതെ, ഞങ്ങളുടെ അമ്മയും മരുന്ന് കഴിച്ചിട്ട് എൻ്റെ അമ്മയെ ഒറ്റയ്ക്കിട്ട് കൊല്ലാൻ പറ്റുമോ? പിന്നെ
എന്റെ ഹൃദയത്തിൽ വയ്യാത്തതുകൊണ്ട് എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ സാധിക്കില്ല. അയ്യോ, എന്റെ ഹൃദയത്തെ പറ്റി സാറ് വിഷമിക്കണ്ട. എന്റെ ഹൃദയത്തിനുള്ളിലെ എന്റെ അമ്മയോ എനിക്ക് ഒന്നും സംഭവിക്കില്ല. അവരുടെ ജീവിതം നൽകിയ ഈ മനോഹരമായ ഭൂമിയിലെ എനിക്ക് ജന്മം നൽകിയത് എന്റെ അമ്മയാണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിന് പെട്ടെന്നുള്ള ദേഷ്യം സാറേ, മനസ്സിലെ സ്നേഹവും കരുണയും ദൈവത്തിനുള്ള പ്രാർത്ഥനയില്ലാത്തോണ്ടാ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. എനിക്ക് വിലപ്പെട്ടത് എന്റെ അമ്മയാണ്. എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നോട് ക്ഷമിച്ചോളാം. നമുക്ക് പോവാൻ വേണ്ടി പറ്റി. സന്തോഷകരമായ ജീവിതം നൽകാം. എന്നാ നമുക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ സാധിക്കുക. മോൻ വിഷമിക്കാതിരിക്കുക. പ്രത്യാശയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് എല്ലാം സാധിച്ചു തരും. നമുക്ക് പോകാം. സൂസി, നീ ഇത് എവിടെയാ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. ഒരു അരമണിക്കൂറിനുള്ളിലെത്തും. അപ്പൊ നീ വന്നാ മതി. ആ ശരിയേ, ഞാൻ പിന്നെ വിളിക്കാം. അല്ല, അയ്യോ ഇതെന്റെയാണല്ലോ. ഇതെവിടെ നിന്ന് കിട്ടി? വലിയ ഉപകാരം മോനെ, വലിയ ഉപകാരമുണ്ട്. അല്ല, നിങ്ങൾ ഞാൻ രണ്ടുപേരെയും ഇതിനു മുൻപ് ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടെ നിന്ന് വരികയാ? ആരുമില്ലാത്തവരാ രോഗിയായ എന്റെ അമ്മയും ഹൃദയത്തിന് വയ്യാത്ത എനിക്കും പണിയെടുത്ത് ജീവിക്കാൻ സാധിക്കില്ല. കുറച്ച് നാളായി പട്ടിണിയില്ല, ആരുമില്ല. നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാകും. വരും, രണ്ടുപേരും വരും. അന്ന് ഡോക്ടർ ആ അമ്മയുടെയും മകന്റെയും സത്യസന്ധമായ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് അവരെ വഴി ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് പറ്റാവുന്ന ജോലികൾ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു. ഇന്ന് അവർ എൻ്റെ വീട്ടിലെ, എൻ്റെ സ്വന്തം വീട്ടിലെ അംഗങ്ങൾ പോലെയാണ്. അവർ വന്നതിൽ പിന്നെ എൻ്റെ ഭവനം ഒരു പ്രാർത്ഥനാലയമായി മാറിയിരിക്കുകയാണ്. ആ നിങ്ങൾക്കറിയോ ഡോക്ടർ, ഈ അമ്മയും മകന്റെയും കണ്ണുമുള്ള എൻ്റെ മോനെന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ. അല്ല ഡോക്ടർ, രോഗിയായ അമ്മയുടെയും ഹൃദയത്തിന് വയ്യാത്ത എനിക്കും ചികിത്സിക്കാൻ പണം തന്നതും സന്തോഷകരമായ ജീവിതം തന്നതും ഈ അമ്മയുടെയും ദൈവത്തിന്റെയും കരുണ കൊണ്ട് നിങ്ങൾ എന്നോട് സന്തോഷമായി ജീവിക്കുന്നത്. മോനെ എത്തിയോ? എൻ്റെ പൊന്ന് മോനെ, എൻ്റെ മോനെ കണ്ടോ ഡോക്ടർ? അവർ തമ്മിലൊരു സ്നേഹം കണ്ടോ? പ്രത്യാശയുടെ തീർത്ഥാടകരായ നാം ഈ ലോകത്തിലെ തീർത്ഥാടന വൃത്തിയാക്കി സ്വർഗീയ പിതാവിന്റെ മക്കളെ കഴിയുമ്പോൾ നമ്മുടെ നന്ദിയുടെയും സ്നേഹത്തിന്റെയും സൽപ്രവർത്തികളുടെയും പ്രതിഫലം നമുക്ക് തരാനായി